ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റമദാൻ സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. റമദാനിന് എല്ലാവർക്കും എന്തായാലും ചിക്കൻ കറി ആയിരിക്കും എല്ലാ ദിവസവും മിക്കപ്പോഴും ഉണ്ടാവല്. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹരിയാലി ചിക്കൻ അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ എന്നും പറയാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, കുരുമുളക്, അതുപോലെ തന്നെ ചെറിയ ജീരകം, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുതിനച്ചപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. പക്ഷെ പുതിനച്ചപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ആക്കുന്നതില്ല. പുതിന ഇട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ആദ്യം തന്നെ ഇതെല്ലാം അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ടും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. പിന്നെ ഈ ഒരു ടൈം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി അരച്ചത് ഉണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ അടിക്കാണ്ടുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും അരച്ചതില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മിക്സിൻ്റെ കൂടെ തന്നെ എല്ലാം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് തൈരും പിന്നെ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ടാണ് ചിക്കനിലേക്ക് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നത്. ഈ ഒരു കറിയിൽ നമ്മൾ ഉള്ളിയോ തക്കാളിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും മുറിക്കുകയോ വഴറ്റിയിട്ടൊന്നും നമുക്ക് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു കറിയാണ്. പിന്നെ ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. കുറച്ച് സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ടൈമേ ഇതിന് വേണ്ടിയിരുന്നുള്ളൂ. അല്ലാണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റിൽ വരുമ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ മസാലയിലും നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ഒരു ചിക്കനൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ടാണ് വെക്കുന്നുള്ളത്. നല്ലോണം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഏകദേശം 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങളുടെ ഇഷ്ടം പോലെ. നമുക്ക് കൂടുതൽ വെക്കുന്നവർ നമുക്ക് എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഏകദേശം 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അതൊന്ന് റെസ്റ്റ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് മാത്രം, ഗ്രേവി ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ പീസ് മാത്രം നമുക്ക് ഈ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടൈപ്പ് ചിക്കനും എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടും ഇല്ലാണ്ടും എടുത്തിട്ടുണ്ട്. കൂടുതലും എല്ലില്ലാത്ത ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയായി ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ അവിടെ ചിക്കനെല്ലാം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കൂടി വലിയ പീസാണ് വേണ്ടതെങ്കിൽ നമുക്ക് നോർമൽ കറിക്കെല്ലാം ഉപയോഗിക്കുന്ന ആ പീസ് തന്നെ എടുത്താൽ മതി ചിക്കൻ. അപ്പോൾ ചിക്കൻ എന്താ ചെയ്യുക, എല്ലാം ഒരുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ചിക്കന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈം എന്ന് വെച്ചാൽ നല്ലോണം ചിക്കനിൽ വെള്ളമെല്ലാം കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യുക, വെള്ളമെല്ലാം വറ്റിക്കേണ്ടി വരും. അതിന് പകരം ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചിക്കനെല്ലാം നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഗ്രേവി ഉണ്ടായിട്ടില്ലേ, ആ ഗ്രേവി നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണെല്ലാം മാറുന്നത് വരെ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടൈം നമുക്ക് എരിവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കറി ചൂടാറുന്നതിനനുസരിച്ച് നല്ലോണം തിക്കായിട്ട് വരും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ കാഷ്യൂലും ചേർത്തുകൊണ്ട് തന്നെ ചൂടാറുന്നതിനനുസരിച്ചിട്ട് നല്ലോണം തിക്കായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ക്രീമെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മസ്റ്റായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയിലെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് കാരമലൈസ് ആയിട്ട് നമ്മളെ ഉള്ളി നമ്മൾ ബിരിയാണിക്കെല്ലാം ഫ്രൈ ചെയ്യുന്ന അതൊന്ന് പിസ്ത എന്ന് പറയും നമ്മൾ, അത് ചേർത്ത് കൊടുക്കും. അവസാനമായിട്ട് നമ്മൾ ഉള്ളി പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി പൊരിച്ചതും എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ.
അതെല്ലാം ഇതിൽ ടേസ്റ്റ് നമ്മുടെ കറിയിൽ നല്ലോണം ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ക്രീമി ആയിട്ടില്ല നമ്മുടെ ഹരിയാലി ചിക്കൻ അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു റമദാൻ സീരീസും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഓക്കെ.